good morning to all. Today we are going to discuss about the cause of the American Revolution. In the last class, we already learned that what was the cause behind, what was the reason behind the American Revolution. So we realized that what was the reason? The reason of the American Revolution was what? The illegal taxation was the reason behind the American Revolution. So today we are going to move what was the cause of the revolution. See, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് അമേരിക്കൻ റവല്യൂഷന്റെ കാരണം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കി അന്യായമായിട്ട് നികുതി ചുമത്തിയതാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ കാരണം എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ കാരണം മനസ്സിലാക്കി നമുക്ക് ഇനി നോക്കേണ്ടത് ഈ വിപ്ലവത്തിന്റെ ഗതി, what was the course, എന്താണ് ഈ വിപ്ലവത്തിന്റെ ഗതി, എങ്ങനെ വിപ്ലവം മുന്നോട്ട് പോകും എന്നതാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്താണുള്ളത്. See the course of the revolution, എങ്ങനെ വിപ്ലവം ആരംഭിച്ചു, എങ്ങനെ അത് മുന്നോട്ട് പോകുന്നതാണ്. ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഒരു ഇൻസിഡന്റിലൂടെയാണ്. ഏതാണത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്നതാണ്. What was the Boston Tea Party? In the last class we already discussed that what the Britishers imposed a heavy tax on all cheap products, including stamp, tea, everything. See, they imposed a lot of taxes. When they imposed a tax on tea, the people started to protest. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷേഴ്സ് ആ 13 കോളനിയിലുള്ള എല്ലാ ചീപ്പായിട്ട് പ്രൊഡക്റ്റിന്റെ മേലെ എന്ത് ചെയ്തു? ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ the people started to protest. പക്ഷെ ആ പ്രൊട്ടസ്റ്റ് ഒന്ന് കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്തപ്പോഴാണ് when they imposed the heavy tax on tea. ബ്രിട്ടീഷേഴ്സ് അവിടെ ടീയുടെ മേൽ എന്ത് ചെയ്തു? വലിയ നികുതി ചുമത്തി. ആ സമയത്ത് എന്ത് ചെയ്തു? the people decided to protest against whom? The Britishers. ആ അമേരിക്കയിലെ ആളുകൾ എന്ത് തീരുമാനിച്ചു? Decided to protest against the Britishers. ഇനി എങ്ങനെ നോക്കാം? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? നേരിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ശക്തി ആ 13 കോളനികളിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. So what they did? So some of the American people disguised as Red Indians. കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? വേഷം മാറി. ആരായിട്ട്? Red Indians ആണ് വേഷം മാറുകയും and they moved to Boston Port. എവിടേക്ക് മൂവ് ചെയ്തു? ഈ അവിടുത്തെ പ്രധാന തുറമുഖമായ ബോസ്റ്റൺ തുറമുഖത്തേക്ക് മൂവ് ചെയ്യാം. അവിടെ ബ്രിട്ടീഷേഴ്സിന് കപ്പൽ ഉണ്ടായിരുന്നു. and that people, those who moved to Boston Port, that people captured that ship and they thrown 342 chests of tea into the sea. അവിടേക്ക് പോയ ആളുകൾ എന്ത് ചെയ്തു? അവിടെ ഉണ്ടാകുന്ന ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ പിടിച്ചെടുക്കുന്നു. ആ കപ്പലിൽ ബ്രിട്ടീഷുകാർ ശേഖരിച്ച 342ഓളം പെട്ടി തേയില എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊട്ടസ്റ്റ്. ഏതിന്റെ? അമേരിക്കൻ റവല്യൂഷന്റെ. ദാറ്റ് വാസ് നോൺ ആസ് വാട്ട്? ബോസ്റ്റൺ ടീ പാർട്ടി. See, so it was the first stage of American Revolution, but it was not a mass movement. It was not a mass protest. It was an isolated movement. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അമേരിക്കൻ റവല്യൂഷന്റെ ആദ്യ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരിക്കലും എന്തല്ല, ഒരു മാസ് പ്രൊട്ടസ്റ്റ് അല്ല, ഒരുപാട് ആളുകൾ പങ്കെടുത്ത മൂവ്മെന്റ് അല്ല, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള മൂവ്മെന്റ് ഒന്നല്ല. ഒരു ബോസ്റ്റൺ എന്ന പ്രദേശത്ത് മാത്രം നടന്ന ഒരു ചെറിയ മൂവ്മെന്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി. പക്ഷെ ഇതിലൂടെയാണ് എന്ത് ആരംഭിക്കുന്നത്? ഈ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഹൗ ഇറ്റ് ബിക്കം എ മാസ് മൂവ്മെന്റ്. ഇത് എങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറി നമ്മൾ നോക്കണം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ദി തിങ്കേഴ്സ് ഇൻഫ്ലുവൻസ് ദ അമേരിക്കൻസ്. ഈ ഒരു ഐസൊലേറ്റഡ് മൂവ്മെന്റിലൂടെ ആരംഭിച്ച റവല്യൂഷൻ എങ്ങനെ മാസ് മൂവ്മെന്റ് ആയെന്ന് ചോദിച്ചാൽ സം ഓഫ് ദ തിങ്കേഴ്സ്, കുറച്ച് ചിന്തകന്മാർ എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ്ഡ്, സ്വാധീനിച്ചു. ആരെ? ദ പീപ്പിൾസ് ഓഫ് 13 കോളനീസ്. അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആ ജനങ്ങളെ സ്വാധീനിച്ചു. Okay, it was the starting point or the beginning of the first stage of American Revolution. But it was an isolated movement. Boston Tea Party was not a mass or a popular movement. It was purely isolated movement. ബോസ്റ്റൺ ടീ പാർട്ടി എന്നല്ല അമേരിക്കൻ റവല്യൂഷൻ ആദ്യ സ്റ്റേജ് ആണെങ്കിലും അതെന്തല്ല, അതൊരു മാസ്
കുറച്ച് ആളുകൾ ചേർന്ന് നടത്തിയ ഒറ്റപ്പെട്ട ഒരു പ്രതിഷേധമായിരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. ബട്ട് ആഫ്റ്റർ സം ടൈം the movement, the mode of the movement become what? It became a mass movement. ഇതെന്തായിട്ട് മാറി? ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറി. എങ്ങനെ? Because some thinkers influenced the American revolutionaries or the peoples of 13 colonies. കാരണം എന്ത് ചെയ്തു? കുറച്ച് ചിന്തകന്മാര് ഈ 13 കോളനികളിലെയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തു. So all of them joined together. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ എല്ലാ ആളുകളും joined together and protest against the British. അവർ എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. That became what? The American Revolution. നമുക്ക് നോക്കേണ്ടത് who were the thinkers influenced the 13 colonies? How they influenced? നമ്മൾ പറഞ്ഞ രണ്ട് പേരാണ്. The first person is John Locke and second person is Thomas Paine. These are the two personalities or two thinkers inspired or influenced the American revolutionaries. Then how they influenced? John Locke influenced through his statement. John Locke stated that everyone has some fundamental rights. No one have the right to suspend them. ഇദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? എവ്രിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാവർക്കും കുറച്ച് മൗലിക അവകാശങ്ങളുണ്ട്. അത് ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. അതിനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. അത് ആരെ ഇൻസ്പയർ ചെയ്തു? The peoples of 13 colonies. So next thinker is Thomas Paine. How he influenced? He stated that Thomas Paine stated that അദ്ദേഹം പറഞ്ഞത് എന്താണ്? A country cannot be controlled a continent for a long period of time. ഇദ്ദേഹം പറയുന്നത് a country cannot be controlled. ഒരു രാജ്യത്തിനും അധികകാലം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വൻകരയെ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് ആരുടെ അഭിപ്രായം? തോമസ് പെയിൻ. That inspired the peoples of 13 colonies. അതാണ് ഇൻസ്പയർ ചെയ്തു ആ 13 coloniesനെ ഇൻസ്പയർ. അവർക്കൊരു ഊർജ്ജമായി. കാരണം അവർക്ക് മനസ്സിലായി അധികകാലം ബ്രിട്ടീഷുകാർക്ക് നിൽക്കാൻ പറ്റില്ല, അവർക്ക് മനസ്സിലായി. So they decided to protest. അവരെന്ത് തീരുമാനിച്ചു? ശക്തമായി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇവര് രണ്ടാളും എന്ത് ചെയ്തു? ഈ രണ്ട് തിങ്കേഴ്സും എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ്ഡ് or inspired the revolutionaries or 13 colonies. അതിന്റെ ഫലമായിട്ട് the peoples of 13 colonies joined together. അവരെല്ലാവരും ഒരുമിച്ചു and they started a mass protest against the Britishers. That protest was known as American Revolution. Okay, we understood that many thinkers inspired the peoples of 13 colonies, especially John Locke and Thomas Paine. They inspired the people. Because of the inspiration, or as a result of the inspiration of these thinkers, the peoples of 13 colonies decided to organize a mass protest against the Britishers. നമ്മൾ പറഞ്ഞു വളരെ ഒരു ചെറിയ പ്രതിഷേധമായിട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെങ്കിൽ അതിനുശേഷം തിങ്കേഴ്സ് എന്ത് ചെയ്തു? ഈ 13 കോളനികളിലെയും ആളുകളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ ഒക്കെ. അങ്ങനെ ഇൻസ്പയർ ചെയ്തപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു, the people decided to protest against the Britishers. ആ ചൂഷണങ്ങൾക്കെതിരെ ജനങ്ങൾ തീരുമാനിച്ചു എന്ത് ചെയ്യാൻ? പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് as a result of that decision, the peoples of 13 colonies assembled at work, or the 13 colonies met at work, Philadelphia in 1774. That meeting was popularly known as First Continental Congress. ആ തീരുമാനത്തിന്റെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഈ 13 കോളനികളും ചെയ്തു assembled together, ഒരുമിച്ച് സമ്മേളിച്ചു എവിടെ വെച്ചിട്ട്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ട്. That meeting was popularly known as, ആ മീറ്റിംഗ് അറിയപ്പെടുന്നത് First Continental Congress എന്ന 1774ലാണ്. And in that meeting, ആ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? They submitted a petition to the king. ഒരു നിവേദനം കൊടുത്തു അവർക്ക്, രാജാവിന്, to get their rights, to get their freedom, അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി. But the king rejected that petition, and the king ordered to suppress that people or the gathered mob. അവിടെ സമ്മേളിച്ച ആളുകളെ സപ്രസ് ചെയ്യാനാണ് ചെയ്തത് രാജാവ് പറഞ്ഞത്. അതായിരുന്നു ഫസ്റ്റ് കോൺഗ്രസ്. But in the very next year, that is in the 1775, again the 13 colonies met at Philadelphia. That meeting was known as what? Second Continental Congress. വീണ്ടും ഇത് സമ്മേളിച്ചു തൊട്ടടുത്ത വർഷം
എവിടെ വെച്ചിട്ടുണ്ട്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടുണ്ട്. ആ മീറ്റിംഗ് എന്ത് പിന്നെ അറിയപ്പെടുന്നു? സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതിനകത്ത് എന്താ ഉണ്ടായത്? That Congress elected, ആ കോൺഗ്രസ് എലക്ട് ചെയ്തു ജോർജ് വാഷിംഗ്ടൺ as their first president. അവരെ ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടനെ തെരഞ്ഞെടുത്തു. ആരായിട്ട്? അവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട്. അതേപോലെ തന്നെ the 13 colonies themselves declared their freedom without the concern of British. ഒരു കാര്യം കൂടി ഉണ്ടായി. എന്താണ്? The 13 colonies after the election, firstly they elected George Washington as their president, then after that the 13 colonies themselves declared their freedom. ആ ജോർജ് വാഷിംഗ്ടനെ തെരഞ്ഞെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ സ്വയം ആ 13 കോളനികൾ എന്ത് ചെയ്തു? അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആരോട് ചോദിക്കാതെ? ആ 13 കോളനിയെ നിയന്ത്രിക്കുന്നവരാ? ബ്രിട്ടീഷുകാർ. അവരോട് ചോദിക്കാതെ. That decision provoked whom? That decision provoked the Britishers. അത് ആരെ പ്രകോപിപ്പിച്ചു? ബ്രിട്ടീഷുകാരെ. So the British declared war against the 13 colonies. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? The British declared war against the 13 colonies of America. ആ 13 അമേരിക്കയിലെ 13 കോളനികൾക്ക് എന്ത് ചെയ്തു? യുദ്ധം പ്രഖ്യാപിച്ചു. Finally the war was ended. അവസാന യുദ്ധം അവസാനിച്ചു. എന്നാ? In the year of 1783. 1883 യുദ്ധം അവസാനിച്ചു. എങ്ങനെ? Through a treaty. That treaty was known as Treaty of Paris. 1783 Treaty of Paris lode യുദ്ധം അവസാനിച്ചു. And the 13 colonies got freedom. 13 കോളനികൾക്ക് ലഭിച്ചു ഫ്രീഡം ലഭിച്ചു. The 13 colonies together known as, later the 13 colonies together known as the United States of America, that is USA. Clear? So this is the cause of the revolution. We started from the first stage of revolution is what? Boston Tea Party. But after that some thinkers inspired the revolutionaries, so they decided to start mass protests. That decision led to the first Continental Congress and second Continental Congress. And after that what? They themselves declared their freedom. That declaration provoked whom? Britishers. That provocation caused what? War. Between whom? The 13 colonies and the British. Finally the war was ended through a treaty. Which was the treaty? Treaty of Paris. Through that treaty, who got the freedom? The 13 colonies got the freedom. They were together known as, the 13 colonies together known as USA. Okay, so this is the cause of the revolution.